പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ നമുക്കൊന്നിച്ച് ഒരു വട്ടമെങ്കിലും വായിച്ച് ധ്യാനിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഈ ബൈബിൾ പാരായണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് POC മലയാളം ബൈബിളാണ്. ഓർക്കുക, നാം വചനം വായിക്കുമ്പോൾ ഈശോ വചനമായി നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. മുടക്കം കൂടാതെ വചനം വായിക്കുന്നത് ഒരു നിയോഗമായി നമുക്കെടുക്കാം. അതിനായി പരിശുദ്ധാത്മാവേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വചനത്തിലെ വാഗ്ദാനങ്ങൾ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും നിറവേറണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു ധ്യാനിക്കുക സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിലെ 23 24 അധ്യായങ്ങളാണ്. അധ്യായം 23. ദാവീദ് കെയിലായിൽ. ഫിലിസ്ത്യർ കെയില ആക്രമിക്കുന്നെന്നും മെതിക്കളങ്ങൾ കവർച്ച ചെയ്യുന്നെന്നും ദാവീദിന് അറിവ് കിട്ടി. അതിനാൽ അവൻ കർത്താവിനോട് ആരാഞ്ഞു, ഞാൻ പോയി ഫിലിസ്ത്യരെ ആക്രമിക്കട്ടെയോ? കർത്താവ് ദാവീദിന് അനുമതി നൽകി. പോയി ഫിലിസ്ത്യരെ ആക്രമിച്ച് കെയില രക്ഷിക്കുക. ദാവീദിനോട് കൂടെയുള്ളവർ ചോദിച്ചു, നമ്മൾ ഇവിടെ യൂദായിൽ തന്നെ ഭയന്നാണ് കഴിയുന്നത്. പിന്നെ എങ്ങനെ ഫിലിസ്ത്യരെ നേരിടാൻ കെയിലായിൽ പോകും? ദാവീദ് വീണ്ടും കർത്താവിനോട് ആരാഞ്ഞു. കർത്താവ് പറഞ്ഞു, കെയിലായിലേക്ക് പോവുക, ഫിലിസ്ത്യരെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദാവീദും കൂട്ടരും അവിടെ ചെന്ന് ഫിലിസ്ത്യരുമായി ഏറ്റുമുട്ടി അവരുടെ ആടുമാടുകളെ അപഹരിച്ചു. വലിയൊരു കൂട്ടക്കൊല അവിടെ നടന്നു. അങ്ങനെ ദാവീദ് കെയില നിവാസികളെ രക്ഷിച്ചു. അഹിമെലേക്കിന്റെ മകൻ അബിയാദർ രക്ഷപ്പെട്ട് കെയിലായിൽ ദാവീദിന്റെ അടുത്ത് വരുമ്പോൾ കയ്യിൽ ഒരു ഏഫോദും ഉണ്ടായിരുന്നു. ദാവീദ് കെയിലായിൽ വന്നിട്ടുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. അവൻ പറഞ്ഞു, ദൈവം അവനെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്തെന്നാൽ വാതിലുകളും ഓടാമ്പലുകളുമുള്ള പട്ടണത്തിൽ പ്രവേശിച്ച് അവൻ സ്വയം കുടുങ്ങിയിരിക്കുന്നു. സാവൂൾ ജനത്തെ വിളിച്ചുകൂട്ടി കെയിലായിൽ ചെന്ന് ദാവീദിനെയും കൂട്ടരെയും ആക്രമിക്കാൻ കൽപ്പിച്ചു. സാവൂൾ തനിക്കെതിരെ ദുരാലോചന നടത്തുന്ന വിവരം അറിഞ്ഞ് ദാവീദ് പുരോഹിതനായ അബിയാദറിനോട് പറഞ്ഞു, ഏഫോദ് ഇവിടെ കൊണ്ടുവരിക. അനന്തരം ദാവീദ് പ്രാർത്ഥിച്ചു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, എന്നെ പ്രതി കെയില നഗരത്തെ നശിപ്പിക്കാൻ സാവൂൾ ഒരുങ്ങുന്നതായി അങ്ങേ ദാസൻ കേട്ടു. കെയില നിവാസികൾ എന്നെ അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? അങ്ങയുടെ ദാസൻ കേട്ടതുപോലെ സാവൂൾ ഇങ്ങോട്ട് വരുമോ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസന് ഉത്തരമരുളണമേ. അവൻ വരുമെന്ന് കർത്താവ് അറിയിച്ചു. ദാവീദ് ചോദിച്ചു, കെയിലക്കാർ എന്നെയും എൻ്റെ ആൾക്കാരെയും സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവ് പറഞ്ഞു, അവർ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കും. ഉടനെ ദാവീദും 600ഓളം വരുന്ന അവന്റെ ആൾക്കാരും കെയിലായിൽ നിന്ന് പുറത്തു കടന്ന് എങ്ങോട്ടെന്നില്ലാതെ യാത്രയായി. കെയിലായിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ സാവൂൾ യാത്ര നിർത്തിവെച്ചു. ദാവീദ് സിഫിൽ. ദാവീദ് സിഫ് മരുഭൂമിയിലെ കുന്നുകളിൽ ഒളിസ്ഥലങ്ങളിൽ താമസിച്ചു. സാവൂൾ ദിനംതോറും അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. എന്നാൽ ദൈവം അവനെ സാവൂളിന്റെ കയ്യിൽ ഏൽപ്പിച്ചില്ല. തന്റെ ജീവനെ തേടിയാണ് സാവൂൾ സഞ്ചരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് ഭയപ്പെട്ടു. അവൻ സിഫ് മരുഭൂമിയിലെ ഹോറഷിലായിരുന്നു. സാവൂളിന്റെ മകൻ ജോനാഥൻ ഹോറഷിലെത്തി ദാവീദിനെ ദൈവനാമത്തിൽ ധൈര്യപ്പെടുത്തി. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, എൻ്റെ പിതാവ് സാവൂളിന് നിന്നെ പിടികിട്ടുകയില്ല. നീ ഇസ്രായേലിന്റെ രാജാവാകും. ഞാൻ നിനക്ക് രണ്ടാമനുമായിരിക്കും. എൻ്റെ പിതാവിനും ഇതറിയാം. അവർ ഇരുവരും കർത്താവിന്റെ സന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ദാവീദ് ഹോറഷിൽ താമസിച്ചു. ജോനാഥൻ വീട്ടിലേക്ക് തിരിച്ചുപോയി. സിഫുകാർ ഗിബയായിൽ
സാവൂളിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ സമീപം ജഷിമോന് തെക്ക് ഹോറഷിലുള്ള ഹാക്കില കുന്നിലെ സങ്കേതങ്ങളിൽ ദാവീദ് ഒളിച്ചിരിക്കുന്നു. ആകയാൽ രാജാവേ, അങ്ങേക്ക് ഇഷ്ടമുള്ളപ്പോൾ വരിക, അവനെ രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുന്ന കാര്യം ഞങ്ങൾ ഏറ്റിരിക്കുന്നു. സാവൂൾ പറഞ്ഞു, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്നോട് ദയ തോന്നിയല്ലോ. നിങ്ങൾ പോയി സൂക്ഷ്മമായി അന്വേഷിക്കുവിൻ. അവന്റെ ഒളിസ്ഥലം എവിടെയെന്നും ആരെല്ലാം അവനെ കണ്ടിട്ടുണ്ടെന്നും മനസ്സിലാക്കുവിൻ. അവൻ വലിയ തന്ത്രശാലിയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ആകയാൽ അവന്റെ ഒളിസ്ഥലങ്ങളെല്ലാം കണ്ടുപിടിച്ചതിനു ശേഷം തിരികെ വന്ന് സൂക്ഷ്മ വിവരം എന്നെ അറിയിക്കുവിൻ. അപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ പോരാം. അവൻ നാട്ടിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ യൂദായിലെ ആയിരങ്ങളിൽ നിന്ന് അവനെ ഞാൻ തേടിപ്പിടിക്കും. അവർ പുറപ്പെട്ട് സാവൂളിന് മുൻപേ സിഫിലേക്ക് പോയി. ദാവീദും അനുചരന്മാരും ജഷിമോന് തെക്ക് അരാബയിലെ മാവോൻ മരുഭൂമിയിലായിരുന്നു. സാവൂളും സേവകരും അവനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഇതറിഞ്ഞ ദാവീദ് മാവോൻ മരുഭൂമിയിലുള്ള പാറക്കെട്ടിലേക്ക് പോയി. സാവൂൾ ഇത് കേട്ട് ദാവീദിനെ പിന്തുടർന്ന് ആ മരുഭൂമിയിലെത്തി. സാവൂൾ മലയുടെ ഒരു വശത്തുകൂടിയും ദാവീദും അനുചരന്മാരും മറുവശത്തുകൂടിയും പോയി. സാവൂളിൽ നിന്ന് രക്ഷപ്പെടാൻ ദാവീദ് ബദ്ധപ്പെടുകയായിരുന്നു. ദാവീദിനെയും അനുയായികളെയും പിടിക്കാൻ സാവൂളും സൈന്യവും അടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു ദൂതൻ വന്ന് സാവൂളിനോട് പറഞ്ഞു, വേഗം വരണം, ഫിലിസ്ത്യർ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നു. ഇത് കേട്ട് അവൻ ദാവീദിനെ പിന്തുടരാതെ ഫിലിസ്ത്യർക്കെതിരെ പുറപ്പെട്ടു. അങ്ങനെ ആ സ്ഥലത്തിന് രക്ഷപ്പെടലിന്റെ പാറ എന്ന് പേരുണ്ടായി. ദാവീദ് അവിടെ നിന്ന് എൻഗേദിയിലെ ഒളിസ്ഥലങ്ങളിൽ ചെന്നു പാർത്തു. അധ്യായം 24. സാവൂളിനെ വെറുതെ വിടുന്നു. ഫിലിസ്ത്യരെ തുരത്തിയതിനു ശേഷം മടങ്ങി വന്നപ്പോൾ ദാവീദ് എൽഗേദിയിലെ മരുഭൂമിയിലുണ്ടെന്ന് സാവൂളിന് അറിവ് കിട്ടി. ഉടനെ അവൻ ഇസ്രായേലിൽ നിന്ന് തെരഞ്ഞെടുത്ത 3000 പേരെ കൂട്ടിക്കൊണ്ട് ദാവീദിനെയും അനുചരന്മാരെയും അന്വേഷിച്ച് കാട്ടാടിൻ പാറകളിലേക്ക് പോയി. അവൻ വഴിയരികിലുള്ള ആലകളിലെത്തി. അവിടെ ഒരു ഗുഹയിൽ വിസർജനത്തിനായി കടന്നു. അതേ ഗുഹയുടെ ഉള്ളറകളിലായിരുന്നു ദാവീദും അനുയായികളും ഒളിച്ചിരുന്നത്. ദാവീദിനോട് അനുയായികൾ പറഞ്ഞു, ഞാൻ നിന്റെ ശത്രുവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. നിനക്കിഷ്ടമുള്ളത് അവനോട് ചെയ്യാം എന്ന് കർത്താവ് അങ്ങയോട് പറഞ്ഞിരുന്ന ആ ദിവസം ഇതാണ്. ദാവീദ് എഴുന്നേറ്റ് സാവൂളിന്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. അതോർത്ത് അവൻ പിന്നീട് വ്യസനിച്ചു. അവൻ അനുയായികളോട് പറഞ്ഞു, എന്റെ യജമാനെതിരെ കൈ ഉയർത്താൻ അവിടുന്ന് ഇടവരുത്താതിരിക്കട്ടെ. എന്തെന്നാൽ അവൻ കർത്താവിന്റെ അഭിഷിക്തനാണ്. ഇങ്ങനെ പറഞ്ഞ് ദാവീദ് തന്റെ അനുയായികളുടെ മേൽ നിയന്ത്രണം ചെലുത്തി. സാവൂളിനെ ആക്രമിക്കാൻ അനുവദിച്ചില്ല. സാവൂൾ ഗുഹയിൽ നിന്നിറങ്ങി തന്റെ വഴിക്ക് പോയി. ദാവീദും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. എന്റെ യജമാനനായ രാജാവേ എന്ന് സാവൂളിനെ പുറകിൽ നിന്ന് വിളിച്ചു. സാവൂൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ദാവീദ് സാഷ്ടാംഗം വീണ് വിധേയത്വം കാണിച്ചു. അവൻ സാവൂളിനോട് ചോദിച്ചു, ദാവീദ് അങ്ങയുടെ ശത്രുവാണെന്ന് പറയുന്നവരുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നത് എന്തിന്? കർത്താവ് ഇന്ന് ഈ ഗുഹയിൽ വെച്ച് അങ്ങയെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് എങ്ങനെയെന്ന് അങ്ങു തന്നെ കണ്ടില്ലേ? അങ്ങയെ കൊല്ലണമെന്ന് ചിലർ പറഞ്ഞെങ്കിലും ഞാൻ അത് ചെയ്തില്ല. എൻ്റെ യജമാനെതിരെ ഞാൻ കൈ ഉയർത്തുകയില്ല. അങ്ങ് കർത്താവിൻ്റെ അഭിഷിക്തനാണെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എൻ്റെ പിതാവേ, ഇതാ എൻ്റെ കയ്യിൽ അങ്ങയുടെ മേലങ്കിയുടെ ഒരു കഷ്ണം. ഞാൻ അതിൻ്റെ അറ്റം മുറിക്കുകയും അങ്ങയെ കൊല്ലാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ ദ്രോഹിയോ തെറ്റുകാരനോ അല്ലെന്ന് അങ്ങ് അറിഞ്ഞാലും ഞാൻ അങ്ങയ്ക്കെതിരെ തെറ്റു ചെയ്തിട്ടില്ല. എന്നിട്ടും
അങ്ങ് എൻ്റെ ജീവൻ അപഹരിക്കാൻ അവസരം തേടി നടക്കുന്നു. നാം ഇരുവർക്കുമിടയിൽ കർത്താവ് ന്യായം വിധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി അങ്ങയോട് പ്രതികാരം ചെയ്യട്ടെ. എൻ്റെ കരം അങ്ങയുടെ മേൽ പതിക്കുകയില്ല. ദുഷ്ടത ദുഷ്ടനിൽ നിന്ന് പുറപ്പെടുന്നു എന്നാണല്ലോ പഴമൊഴി. അങ്ങയുടെ മേൽ എൻ്റെ കൈ പതിക്കുകയില്ല. ആരെ തേടിയാണ് ഇസ്രായേൽ രാജാവ് പുറപ്പെട്ടിരിക്കുന്നത്? ആരെയാണ് അങ്ങ് അനുധാവനം ചെയ്യുന്നത്? ചത്ത പട്ടിയെയോ ഒരു ചെള്ളിനെയോ? വിധിയാളനായ കർത്താവ് എന്നെയും അങ്ങയെയും വിധിക്കട്ടെ. അവിടുന്ന് എന്നെ പരിശോധിച്ച് അങ്ങയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കട്ടെ. ദാവീദ് സാവൂളിനോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ, എൻ്റെ മകനെ ദാവീദേ, ഇത് നിന്റെ സ്വരം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഉറക്കെ കരഞ്ഞു. അവൻ ദാവീദിനോട് പറഞ്ഞു, നീ എന്നേക്കാൾ നീതിമാനാണ്. ഞാൻ നിനക്ക് ചെയ്ത തിന്മയ്ക്ക് പകരം നീ നന്മ ചെയ്തിരിക്കുന്നു. കർത്താവ് എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും നീ എന്നെ കൊല്ലാതെ വിട്ട് എന്നോട് എങ്ങനെ പെരുമാറിയെന്ന് ഇന്നു നീ കാണിച്ചു തന്നു. ശത്രുവിനെ കയ്യിൽ കിട്ടിയാൽ ആരെങ്കിലും വെറുതെ വിടുമോ? ഇന്നു നീ എനിക്ക് ചെയ്ത നന്മയ്ക്ക് കർത്താവ് നിനക്ക് നന്മ ചെയ്യട്ടെ. നീ തീർച്ചയായും രാജാവാകുമെന്നും ഇസ്രായേലിന്റെ രാജ്യത്വം നിന്നിൽ സ്ഥിരപ്പെടുമെന്നും എനിക്കറിയാം. ആകയാൽ എനിക്ക് ശേഷം എൻ്റെ സന്തതിയെ നിർമൂലമാക്കി എൻ്റെ നാമം എൻ്റെ പിതൃഭവനത്തിൽ നിന്ന് നീക്കം ചെയ്യുകയില്ലെന്ന് കർത്താവിൻ്റെ നാമത്തിൽ നീ എന്നോട് സത്യം ചെയ്യണം. ദാവീദ് സാവൂളിനോട് അങ്ങനെ സത്യം ചെയ്തു. സാവൂൾ കൊട്ടാരത്തിലേക്ക് പോയി. ദാവീദും അനുയായികളും സങ്കേത സ്ഥാനത്തേക്കും പോയി.